എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സുഹൃത്തുക്കൾ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഏത് രാജ്യത്തായാലും ഈ കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേഷൻസ് അവർ വന്ന് ബിസിനസ് ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് വിദേശ കമ്പനികൾ, ഫോറിൻ കമ്പനീസ് എന്ന് നമ്മൾ പറയും, ഫോറിൻ കോർപ്പറേഷൻസ്, അവർ നമ്മുടെ രാജ്യത്ത് വന്ന് ബിസിനസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ചുമ്മാതെ വന്നിട്ട് ബിസിനസ് ചെയ്തില്ല. ഏത് കോർപ്പറേഷൻ്റെ ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തുള്ള ബിഗ് കോർപ്പറേഷൻസും. കാരണം അവർക്ക് അതാത് കാലത്ത് ഗവൺമെൻറ്റുകളെ സ്വാധീനിക്കുവാനും അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് കഴിയും എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ഹൗസിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേഷൻസിൻ്റെ കാര്യം പറയുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഗ്ലോബൽ കോർപ്പറേഷൻസ്, ഇന്ത്യക്ക് വെളിയിലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കോർപ്പറേഷൻസ്. കാരണം കോർപ്പറേഷൻസ് മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യത്തുള്ളൂ. കാരണം ചെറിയ കമ്പനികൾക്ക് ചെറിയ ബിസിനസ്, ഇപ്പോൾ അമേരിക്കയിലായാലും ചൈനയിലായാലും ജപ്പാനിലായാലും ഉള്ള ചെറുകിട ബിസിനസ്സുകാർക്കൊന്നും മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് ചെയ്യാൻ കഴിയത്തില്ല. അത് വൻകിട കോർപ്പറേഷൻസിന് മാത്രമേ രാജ്യം കടന്ന് അല്ലെങ്കിൽ അതിർത്തികൾ കടന്ന് അവർക്ക് പോയിട്ട് മറ്റേതെങ്കിലും രാജ്യത്തോ ഭൂപ്രദേശത്തോ ഒക്കെ അവർക്ക് കമ്പനികൾ സ്ഥാപിക്കാനോ അവരുടെ ഓപ്പറേഷൻസ് തുടങ്ങാനോ ഒക്കെ കഴിയത്തുള്ളൂ. അപ്പം നമ്മൾ കോർപ്പറേഷൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പല ഗ്ലോബൽ കോർപ്പറേഷൻസ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ബ്രാൻഡുകളായിട്ടുള്ള ഒത്തിരി കമ്പനികൾ, പല മേഖലകളിലുള്ള ഒത്തിരി കമ്പനികൾ ഇന്ത്യയിൽ ഓൾറെഡി അവർ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. വീണ്ടും വീണ്ടും പല കമ്പനികളും അവരുടെ ഓപ്പറേഷൻസ് ഒന്നുകിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് അവർ സ്ഥാപിക്കുകയോ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനികൾക്ക് നമ്മുടെ രാജ്യത്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള ബിസിനസ് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്രത്തിലുള്ളതും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പരിധിയിൽ നിന്നുകൊണ്ട് അവർക്കും ചെയ്യാൻ കഴിയുന്നത്. ഇപ്പം നമുക്കറിയാം, വലിയൊരു കമ്പനി, കോർപ്പറേഷൻ, അവരവരുടെ ഇന്ത്യ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവരുടെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇന്ത്യയിൽ അവരുടെ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അവരാദ്യം വന്ന് കാണുന്ന ഒന്നുകിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ എവിടെയാണ് അവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്ര, അല്ലെങ്കിൽ ഗുജറാത്ത്, ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ആയിരിക്കും ഇവർ വന്ന് കാണുന്നത്. അപ്പോൾ ഈ വന്ന് കാണുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനികൾക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആയിരിക്കും സംഭാഷണത്തിലെ മുഖ്യ വിഷയം. അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടാക്സേഷൻ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലൈസൻസിങ് റൂൾസ്, റെഗുലേഷൻസ്. ഇനിയിപ്പോൾ മാനുഫാക്ചറിങ് പ്ലാന്റ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് ടാക്സ് ഹോളിഡേ, അല്ലേ? അല്ലെങ്കിൽ ഏഹ്, വെള്ളം, ഏറ്റവും റോ മെറ്റീരിയൽസ് വെള്ളമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇളവുകൾ വളരെ അധികം ലഭിക്കുവാനും അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യലായിട്ടുള്ള അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, പേപ്പർ വർക്കുകൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ലൈസൻസിങ്, ക്ലിയറൻസ്, ഇതെല്ലാം വളരെ സുഗമമായിട്ട് പെട്ടെന്ന് തന്നെ നടത്തി കൊടുക്കണം. അല്ലെങ്കിൽ നടത്തി കൊടുത്താൽ മാത്രമേ തീർച്ചയായിട്ടും കമ്പനികൾ, കോർപ്പറേഷൻസ് ഈ പറഞ്ഞ ഇന്ത്യയിലല്ല ഏത് രാജ്യത്തായാലും ബിസിനസ്സുകൾ സ്ഥാപിക്കത്തുള്ളൂ. അപ്പോൾ ചൈന വലിയൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് പറയുമ്പോഴും പറച്ചിലേ ഉള്ളൂ. അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് ഒരു സംവിധാനം നമുക്ക് പറയാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് രാജ്യത്ത് ഇതുപോലുള്ള സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഒരിക്കലും സാധ്യമല്ല, ഉണ്ടാകത്തുമില്ല. ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ പിന്നെ സംവിധാനത്തിനുള്ളിൽ മാത്രമേ ഇതുപോലുള്ള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും മാറ്റങ്ങളും ഒക്കെ തന്നെ നമുക്ക് വീക്ഷിക്കുവാനും അല്ലെങ്കിൽ വിറ്റ്നസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അത് ഏത് രാജ്യത്തായാലും ശരി. പേരൊക്കെ നമുക്ക് എഴുതി വെക്കാം, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. പക്ഷേ അക്ഷരവും അർത്ഥവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അക്ഷരം വേറെ, അർത്ഥം വേറെ. അപ്പം നമുക്ക് എന്തും എഴുതി വെക്കാം നോക്കുമ്പോൾ. അതുപോലെ ആയിരിക്കത്തില്ലല്ലോ പ്രായോഗികമായിട്ടുള്ള തലത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അപ്പം ചൈനയിലും ഇതുപോലുള്ള, ചൈനയ്ക്ക് ഇത്രയും വമ്പൻ
മാറ്റങ്ങൾ വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകത്തിൻ്റെ അമേരിക്ക മുതലുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് കോർപ്പറേഷൻസ് വലുതും ചെറുതായിട്ടുള്ള കമ്പനികൾ കോർപ്പറേഷൻസും വലുതും ചെറുതായിട്ടുള്ള കമ്പനികളെല്ലാം തന്നെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ചൈനയിൽ അവരുടെ പിന്നെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പ്ലേസ് ചൈന അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം, സൗത്ത് കൊറിയ, വിയറ്റ്നാം, നമ്മൾ പൊതുവെ കേൾക്കുന്ന പേരുകളാണ്, ഇന്ത്യ, ഇല്ലേ? അങ്ങനെ പല രാജ്യങ്ങളിലും ഇതുപോലുള്ള ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം തന്നെ പോയി ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവിടെ അവരുടെ ബിസിനസ് സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഗവൺമെൻറ്റിനെ കൊണ്ട് അവരെ ജയിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിലെ ഞാൻ ഈ വീഡിയോയുടെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഐഫോൺ നിർമ്മാതാക്കളായിട്ടുള്ള ആപ്പിൾ അവർ ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ അവരുടെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്തു. അത് കൂടുതൽ ഇനിയും ഭാവിയിൽ അവരെ ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അവരുടെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് തുടർന്നുകൊണ്ട് പോകുന്നതൊക്കെ എന്ന് നമ്മളും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമങ്ങൾ കുറെ കൂടെയൊക്കെ ലളിതവൽക്കരിക്കുകയും അല്ലെങ്കിൽ ഉദാരവൽക്കരിക്കുകയും ചെയ്യണമെന്നാണ് ആപ്പിൾ ഇപ്പോൾ അവകാശപ്പെടല്ല, അവർ ആവശ്യപ്പെടുന്നത്. അതായത് അല്പം കൂടെ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അന്തരീക്ഷം. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടായിരിക്കും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് കോർപ്പറേഷൻസിന്, അതായത് അകത്തും പുറത്തുമുള്ള കോർപ്പറേഷൻസിന്, ഇപ്പം ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ത്യക്കകത്തുള്ള കോർപ്പറേഷൻസ് ആയിട്ടുള്ള റിലയൻസ് മുതലായിട്ടുള്ള അദാനി മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ കോർപ്പറേഷൻസിനും അവർക്ക് ഈ ബാങ്കിങ്, ഫൈനാൻഷ്യൽ നിയമങ്ങൾ, ടാക്സേഷൻ നിയമങ്ങൾ, ഇതൊക്കെ വളരെ ലളിതമാക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ GST ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നിയമമല്ല. എന്നുവെച്ചാൽ ഏത് ഗവൺമെൻറ്റാണോ ഏത് തീരുമാനമെടുത്തത് ആ ഗവൺമെൻറ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ടാക്സേഷൻ നിയമം കൊണ്ടുവരാമെന്നോ വിചാരിച്ചിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും അത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുള്ള കോർപ്പറേഷൻസിൻ്റെ ആവശ്യത്തിൻ്റെ പരിഗണനയിലാണ് ഇതുപോലുള്ള ടാക്സേഷനിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും ഒരു രീതിയിലും ഒരു ടാക്സേഷൻ നിയമം എത്രയൊക്കെ മാറ്റി കഴിഞ്ഞാലും ടാക്സേഷൻ നിയമങ്ങളൊന്നും ജനങ്ങൾക്ക് ഒരു രീതിയിലും ഉപകാരപ്രദമല്ല. കാരണം ജനങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ട ഒരു ഏത് നിയമം ഉണ്ടെങ്കിൽ തന്നെ ടാക്സേഷനിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും കോർപ്പറേഷൻസിനെയും ബിഗ് ബിസിനസ്സിനെയൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ബിസിനസ് സുഗമമായിട്ട് വളരെ സ്മൂത്തായിട്ട് നടത്തിക്കൊണ്ട് പോകാം. അപ്പോൾ അതിനാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്രൂവൽസ്, ലൈസൻസിങ്, റെഗുലേഷൻസ്, ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ കോർപ്പറേഷൻസിന് അവരുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നീടുള്ള അവരുടെ റണ്ണിങ് ടൈമിലൊക്കെ തന്നെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു എൻവയൺമെൻറ്റ്, ഇക്കോസിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത്. ഇപ്പോൾ ആപ്പിളിൻ്റെ ആവശ്യം അതിനാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നികുതിപരമായിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെ മാറ്റം വരുത്തി ലളിതവൽക്കരിക്കുക, അല്ലെങ്കിൽ അതിലൊക്കെ ഈ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള, അത് നമുക്ക് ലിബറലൈസേഷൻ ഇന്ത്യ ചെയ്തു തുടങ്ങിയ സമയത്ത് മുതൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ കോർപ്പറേറ്റ് ഹൗസിൻ്റെ ഭാഗത്തുനിന്ന്, ഇപ്പോൾ ഞാൻ പറയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ബോഡിയാണ് CII, അതായത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. അതുപോലെ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ഒക്കെയാണ് പവർഫുൾ ആയിട്ടുള്ളത്. ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് എന്നൊക്കെ പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ്സിൻ്റെ ബോഡിയുണ്ട്. അപ്പോൾ അവരൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഒരു സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് ഗവൺമെൻറ്റാണോ അധികാരത്തിലിരിക്കുന്ന അവർക്കത് അതിനെ പരിഗണിക്കാതിരിക്കാൻ സാധ്യമല്ല. അപ്പം ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഹൗസിൻ്റെ, ബിസിനസ് ഹൗസിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് പിന്നെ കോർപ്പറേഷൻസിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നിയമങ്ങൾക്കെല്ലാം മാറ്റം ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ സംശയത്തിൻ്റെ ആവശ്യമില്ല. അതിപ്പോൾ ഇവിടെ അല്ല, ലോകത്തെ ഏത് രാജ്യത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ത്യ ഒന്നും പൂർണ്ണമായിട്ടും കോർപ്പറേറ്റ് സ്റ്റേറ്റായി മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക പോലെ, ബ്രിട്ടൻ പോലെ, വെസ്റ്റേൺ രാജ്യങ്ങളെ പോലെ, ജപ്പാൻ പോലെ, ചൈന പോലെ അവരൊക്കെ അതിന് പൂർണ്ണമായിട്ടും കോർപ്പറേറ്റ് സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ബിസിനസ് 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 ചെയ്യാൻ വേണ്ടിയുള്ള അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുക, ബിസിനസ്സുകാർക്ക് വേണ്ടി സ്റ്റേറ്റ് ജനങ്ങൾക്ക് വേണ്ടിയല്ല, ബിസിനസ്സിന് വേണ്ടി, കോർപ്പറേറ്റ് ഹൗസിന് വേണ്ടിയുള്ള സ്റ്റേറ്റ് എന്നുള്ളതാണ് അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ അത് ആ ഒരു അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് ഭാഗികമായിട്ടായിട്ടില്ല, പക്ഷേ അതിലേക്കാണ് നമ്മളുടെയും യാത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ ഇന്ത്യയിലെ നികുതി നിയമങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് ഈ ടെക്നോളജി കമ്പനിയായിട്ടുള്ള ആപ്പിൾ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന കമ്പനിയാണല്ലോ. അപ്പോൾ അവർ ഗവൺമെൻറ്റിനെ, കേന്ദ്ര സർക്കാരിനെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നതായിട്ടുള്ളതാണ് റിപ്പോർട്ട് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് അവർ തുടരണമെങ്കിൽ, അവരുടെ ഓപ്പറേഷൻസ് കൂടുതൽ വ്യാപിപ്പിച്ച് അവരുടെ വികസന പദ്ധതികളൊക്കെ ചെയ്യണമെങ്കിൽ, അതുപോലെ അവരുടെ പ്രൊഡക്ഷൻ, ഉൽപ്പാദന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളുടെ നില ഈ പറഞ്ഞ ടാക്സേഷൻ നിയമങ്ങളാണ്. അത് രണ്ടും വരും. നമ്മുടെ GSTയും വരും, പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സേഷൻ അതിനകത്തിലും ഉൾപ്പെടും. കാരണം ഇത് രണ്ടും കോർപ്പറേറ്റ് ഹൗസിനെ ബാധിക്കുന്നതാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ നിയമങ്ങളെ അവർക്കൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തിലൊക്കെ അല്പം കൂടെ സുതാര്യവൽക്കരണം, എന്താ, ഒരു സുതാര്യത, ട്രാൻസ്പെറൻസി, സിംപ്ലിഫിക്കേഷൻ ഒക്കെ വേണമെന്നാണ് ആപ്പിളിൻ്റെ ആവശ്യം. ആപ്പിളിൻ്റെ മാത്രമല്ല, ഇവിടെ ബിസിനസ് ചെയ്യുന്ന എല്ലാ കോർപ്പറേഷൻസിൻ്റെ ആവശ്യം അത് തന്നെയാണ്. അപ്പോൾ അവർക്കനുസരിച്ചാണ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് ഗവൺമെൻറ് തയ്യാറാകുന്നതും. അപ്പോൾ ഇത് ആപ്പിളിനെ സംബന്ധിച്ച് അവരുടെ എക്സ്പാൻഷൻ ഇത് വലിയ ചലഞ്ചാണ്, വെല്ലുവിളിയാണ്. അവർക്ക് വിൽപ്പന നടത്തണം, വിതരണം ശൃംഖലയുണ്ട്, ഉൽപ്പാദനമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പ്രാദേശിക നികുതി ചട്ടങ്ങളാണ്. പ്രാദേശിക നികുതി ചട്ടങ്ങൾ അത് പണ്ടായിരുന്നു, പക്ഷേ ഇപ്പം GST ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒറ്റ നിയമത്തിന് കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഇതൊക്കെ കമ്പനിയെ സംബന്ധിച്ച് വലിയ തടസ്സം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ വലിയൊരു ആഗോള ഹബ്ബാക്കി മാറ്റണമെങ്കിൽ, ഈ മൊബൈൽ ഫോണിൻ്റെ ആഗോള ഹബ്ബാക്കി മാറ്റണമെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ആപ്പിൾ. അങ്ങനെ ആ ശ്രമം വിജയിക്കണമെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള നീക്കുപോക്കുകൾ, നടപടികൾ ഉണ്ടാകണം എന്നാണ് ആപ്പിൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ടാക്സ് വീണ്ടും GSTക്കകത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി, ഇൻകം ടാക്സിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ തന്നെയും അതിലൊന്നും പറഞ്ഞ ഇത് ആപ്പിളിൻ്റെ മാത്രം വോയിസ് അല്ല, ശരിക്കും പറഞ്ഞാൽ കോർപ്പറേഷൻസിൻ്റെ എല്ലാം വോയിസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. അപ്പോൾ ആപ്പിൾ പറയുന്ന ഇതൊന്നും ഇനഫല്ല, ഇനിയും ഇതിനകത്തിൽ പിന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പം നിലവിലുള്ള നികുതി ഘടനയും GST ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ ഡയറക്റ്റ് ടാക്സ് ഉൾപ്പെടെയുള്ള ടാക്സേഷൻ്റെ സ്ട്രക്ചറും ഘടനയും, അതുപോലെ തന്നെ ചില നിയമപരമായിട്ടുള്ള വെല്ലുവിളികളുണ്ട്. അത് കറക്റ്റാണ്. കാരണം നമുക്കറിയാം ഇതിനകത്തിലൊക്കെ ഒത്തിരി എന്താ പറയുന്നത്, ഈ ടാക്സ് ഇഷ്യൂസൊക്കെ വരും. അപ്പം അതൊക്കെ കോർട്ട് ഓഫ് ലോയിലൊക്കെ പോയി കഴിയുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യൽ സിസ്റ്റം നമുക്കറിയാം. കാരണം കേസ് പോയി കഴിഞ്ഞാൽ ഒത്തിരി ഡ്രാഗ് ചെയ്യും, ഒത്തിരി ടൈം ഡിലേ ഒക്കെ ഉണ്ടാകും അതിനൊരു വേർഡിക്റ്റ് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ടാക്സേഷൻ നിയമങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നിന്നുള്ള വെല്ലുവിളികളാണ്. കാരണം ചെറിയ ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യമില്ല, വലിയ ബിസിനസ് ചെയ്യുന്ന ബിഗ് ബിസിനസ് ഹൗസസിനെല്ലാം തന്നെ ഇഷ്ടം പോലെ ലീഗൽ കേസുകളോ ഇഷ്യൂസോ ഒക്കെ ഉണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ സമയോചിതമായിട്ട് തീർച്ചയായിട്ടും കോർട്ടിൻ്റെ ഭാഗത്തു നിന്നൊന്നും അത് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കാത്തത് അവരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ടാക്സേഷൻ അല്ലെങ്കിൽ ബാങ്കിങ്, ഫൈനാൻഷ്യൽ ടാക്സേഷൻ ലോസിനേക്കാളും ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നൽകുന്നത് ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഡിലേ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ എക്സ്പാൻഷൻ പ്ലാന്, അതുപോലെ തന്നെ ഇന്ത്യയെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ആഗോള മൊബൈൽ ഫോണിൻ്റെ ഹബ്ബാക്കി മാറ്റുക എന്നൊക്കെയുള്ള ആപ്പിളിൻ്റെ ലക്ഷ്യത്തിന് അത് തടസ്സം വരുത്തുന്ന കാര്യങ്ങളൊക്കെയാണെന്നാണ് ആപ്പിളിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട്. ഇപ്പോൾ ഉൽപ്പാദനം ചൈനയ്ക്ക് പുറത്ത് കൊണ്ടുവന്നിട്ട് ഇന്ത്യയെ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ച് വൈവിധ്യവൽക്കരിക്കാൻ, ഡൈവേഴ്സിഫൈ ചെയ്യാനൊക്കെയാണ് ആപ്പിളിൻ്റെ പരിപാടി. അപ്പോൾ ഇന്ത്യയിലെ ഫോക്സ്കോണും അതുപോലെ ടാറ്റയും കൂടെ ഒത്തുചേർന്ന്, ഫോക്സ്കോൺ വേറൊരു കമ്പനി, ടാറ്റ വേറൊരു കമ്പനി, അവരാണ് ആപ്പിളിന് വേണ്ടി മൊബൈൽ ഫോൺ ഇവിടെ നിർമ്മിക്കുന്നത്. അവർ 5 പ്ലാന്റുകൾ തുറക്കുന്നതിനായിട്ട് വളരെ അധികം കോടിക്കണക്കിന് ഡോളറുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും കൂടുതൽ ഫലവത്താകണമെങ്കിൽ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നാൽ മാത്രമേ അത് സാധ്യമാകൂ. എന്നാൽ മാത്രമേ ഇന്ത്യക്കും ഗുണകരമാകത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ബിസിനസ് ചെയ്യുന്ന കോർപ്പറേഷൻസിനും കൂടുതൽ പിന്നെ എന്താ പറയുന്നത്, ഫെസിലിറ്റേറ്റ് ചെയ്യുക അവരുടെ ബിസിനസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. എന്നുവെച്ചാൽ ബിസിനസ് ചെയ്യാൻ കാര്യങ്ങൾ വളരെ എളുപ്പമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നാണ്
ഈ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ മറ്റൊരു അതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ മൊബൈൽ ഫോൺ വിപണി മാർക്കറ്റാണ് ഇന്ത്യ. ഒന്നാമത്തെ ചൈനയോ അമേരിക്കയോ ഒക്കെ ആയിരിക്കാം. പ്രവർത്തന ചെലവ്, കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു അവസ്ഥ വർദ്ധിക്കുന്നു. അത് ഈ ടാക്സേഷനിലൊക്കെയുള്ള വലിയ ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്നാണ്. ഇറക്കുമതി തീരുവകൾ, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, കാരണം റോ മെറ്റീരിയൽസ്, കമ്പോണൻസ്, പാർട്സ് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കമ്പനികൾക്ക് കൊടുക്കേണ്ട ഉയർന്ന തീരുവകളുണ്ട് തീർച്ചയായിട്ടും. ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി മാത്രമല്ല, പല ഒത്തിരി അത് അനുബന്ധ എന്താണ് ടാക്സും ഫീസും ഒക്കെ തന്നെ ഉണ്ടാകും. ഇന്ത്യയിലെ രാജ്യം കാരണം വളരെ സുഗമമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ അവരുടെ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഈ ഇമ്പോർട്ട് റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ പാർട്സ് കമ്പോണൻസോ ഒക്കെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവരുടെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവരെ കോമ്പറ്റേറ്റീവ് ആക്കുന്നതിൽ നിന്നും ഡിസ്കറേജ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ആപ്പിളിനെ സംബന്ധിച്ച് അവരുടെ ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ആപ്പിള് പറഞ്ഞു വരുന്നത് വളരെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില കുറയ്ക്കാനും അതുപോലെ ലോക്കലായിട്ടുള്ള പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ പരിഷ്കരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണെന്നാണ് ആപ്പിളിൻ്റെ ഒഫീഷ്യൽസ് ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസിനോട് അല്ലെങ്കിൽ അധികൃതരോട് നടത്തിയ ചർച്ചകളിൽ അവർ മുന്നോട്ട് വെച്ച ചില സജഷൻസ്. അപ്പോൾ ആപ്പിൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ അവരുടെ ഓപ്പറേഷൻസ് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് കൂടുതൽ ശക്തിപ്പെടുത്താനൊക്കെ പോകണം. അതൊക്കെ കാര്യം ശരി തന്നെയാണ്. കാരണം ചൈനയ്ക്ക് പുറത്തേക്ക് അവരുടെ ഓപ്പറേഷൻസിനെ വ്യാപിപ്പിക്കുകയും ഡൈവേഴ്സിഫൈ ഒക്കെ ചെയ്യാനുള്ള പ്ലാൻ അവർ ഓൾറെഡി എടുത്തു. അതൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ, സഫലീകരിക്കണമെങ്കിൽ, സാധിക്കണമെങ്കിൽ ഈ നികുതിയിലൊക്കെയുള്ള നികുതി കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ തന്നെ നീക്കണം. നികുതി കുറയ്ക്കണം. ഇമ്പോർട്ട് ഡ്യൂട്ടി ഒന്നുകിൽ കുറയ്ക്കണം, അല്ലെങ്കിൽ എടുത്തു മാറ്റണം, അല്ലെങ്കിൽ GSTയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ GST അവരുടെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഉയർന്ന തോതിലുള്ള GST ആണെങ്കിൽ അതിനെയൊക്കെ എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണല്ലോ മേക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ ആ മേക്ക് ഇൻ ഇന്ത്യ പ്ലാൻ അനുസരിച്ച് അതിനോട് സഹകരിക്കാനും അതുപോലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനൊക്കെ ആപ്പിൾ കമ്പനി തയ്യാറാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി, അപ്പം അതിൻ്റെ അർത്ഥം ഇന്ത്യ ഇപ്പോഴും ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ലെന്നാണ് ആപ്പിൾ പറയുന്നത്. ഇത്രയൊക്കെ കോർപ്പറേഷൻസ് ഇവിടെ ഒന്ന് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. അമേരിക്കയിൽ നിന്നുള്ള മേജർ കോർപ്പറേഷൻസ് എല്ലാം തന്നെ ഇവിടെ ഒന്ന് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ. അത് മാനുഫാക്ചറിങ്ങിൻ്റെ കേസിലായാലും സർവീസിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ തരത്തിലൊക്കെ തന്നെ ആയാലും ശരി. അപ്പം എന്നിട്ടും ഇന്ത്യ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്നുള്ളതൊരു വസ്തുതയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിൽ ഇപ്പോഴും ഈ കോർപ്പറേഷൻസിനെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം അല്ല, ഒന്നാമത് ഇൻഫ്രാസ്ട്രക്ചർ വളരെ പൂറാണ് ഇന്ത്യയിൽ. പിന്നെ ഈ പറഞ്ഞ ബ്യൂറോക്രസിയുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്. ഈസ് ഓഫ് ഡൂയിങ്ങിലൊന്നും നമ്മൾ മറ്റു രാജ്യങ്ങളെ പോലൊന്നും ഒട്ടും നമ്മൾ മുൻപിലല്ല. ചില മാറ്റങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെന്നല്ലാതെ മറ്റ് കാര്യമായിട്ടുള്ള എന്താ പറയുക നമുക്കൊരു എടുത്തു പറയത്തക്ക രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വേൾഡ് ബാങ്കിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതിൻ്റെ റാങ്കിങ് ഒക്കെ വരുമ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ഒക്കെ ഒത്തിരി പുറകിലാണ് എപ്പോഴും. ഇതൊക്കെ തന്നെയാണ് കാരണം. അപ്പം അത് തീർച്ചയായിട്ടും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ഗ്ലോബൽ കോർപ്പറേഷൻസിൻ്റെയും അവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ടൈപ്പുള്ള ഇന്ത്യൻ കോർപ്പറേഷൻസിൻ്റെയൊക്കെ തന്നെ കാലാകാലങ്ങളായിട്ടുള്ള അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ഉള്ള സ്വാധീനമൊക്കെ തന്നെ അവർ ഉപയോഗിച്ച് ഈ പറഞ്ഞ ടാക്സേഷനൊക്കെ മാറ്റി ഇപ്പം GSTയിലൊക്കെ വന്നിട്ടുണ്ട്. GST വീണ്ടും നേരത്തെയുള്ള സ്ലാബുകൾ കുറച്ച് ഇപ്പം 2 സ്ലാബിലേക്കാക്കി. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും
ഗവൺമെൻറ് സ്വമേധയാ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നല്ല, ഗവൺമെൻറ് ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളത് നമുക്ക് ഒരു കോമൺ ലോജിക്കിൻ്റെ അടിസ്ഥാനമൊക്കെ മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പം ആപ്പിളിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഇതാണ്, അവരുടെ സജഷനും ഇതാണ്. അപ്പം അതിന് ഗവൺമെൻറ് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിള് കൂടുതൽ ഇന്ത്യയിൽ അവരുടെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാനും വർദ്ധിപ്പിക്കാനും ഇന്ത്യയുടെ മേക്ക് ഇൻ പദ്ധതിയുമായിട്ട് സഹകരിച്ച് അത് സക്സസ്ഫുൾ ആക്കാനും ഒക്കെ തന്നെ തയ്യാറാണ് എന്നാണ് ആപ്പിൾ പറയുന്നത്. അപ്പോൾ ഈ തീരുമാനത്തിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. കാരണം ഇത്രയും വലിയൊരു കമ്പനി, ഇതൊരു കമ്പനി എന്ന് പറയുമ്പോൾ അവരൊരു പൈനിയറായിട്ട് നിൽക്കുകയാണ്, അവരാണ് ലീഡർ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആപ്പിളിൻ്റെ മാത്രം വോയിസ് അല്ല, ആപ്പിളിൻ്റെ മാത്രം ഒരു കംപ്ലൈൻ്റ് അല്ലത്. ഇതുപോലുള്ള സമാനമായിട്ടുള്ള കോർപ്പറേഷൻസിനെല്ലാം തന്നെ ഇതുപോലുള്ള എന്താണ് പറയുന്നത് പരാതികളും അല്ലെങ്കിൽ ആശങ്കകളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ് നിയമം മാറ്റുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആപ്പിളിന് വേണ്ടി മാത്രമായിരിക്കത്തില്ല മാറ്റുന്നത്. ബ്രോഡ് സ്പെക്ട്രത്തിൽ ഇതുപോലുള്ള കോർപ്പറേഷൻസിനെ ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിൽ കാലാകാലങ്ങൾ അവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ പഴയ പോലുള്ള സ്ട്രക്ചറും സിസ്റ്റം ഒക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമ്പനികൾ ഇവിടെ വരത്തില്ലായിരുന്നു, അവർ ബിസിനസ്സും ചെയ്യത്തില്ല. ഇന്ത്യക്ക് സാമ്പത്തികമായിട്ട് ഇത്രയും വളർച്ച ഉണ്ടാക്കിയെടുക്കാനും സാധിക്കത്തില്ല. ഈ സാമ്പത്തികമായിട്ട് വളർച്ച ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാമ്പത്തികമായി എങ്ങനെ വളർന്നത്? ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്, ക്യാപിറ്റൽ ഉള്ള ആൾക്കാരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ക്യാപിറ്റലുള്ള ആൾക്കാർ ഈ ബോർഡർ കടന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഇവിടേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, ഗ്രാജ്വലി ഇല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം ഇന്ത്യ ലിബറലൈസ് ചെയ്തപ്പോൾ ഇത്രയും വർഷങ്ങളായി. ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ റീസെൻ്റ് ആയിട്ടാണ് നമ്മുടെ ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സിൽ മാറ്റങ്ങളൊക്കെ വന്ന് GSTയിലൊക്കെ വരികയും ഏകദേശം ലോകത്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനമായിട്ടൊക്കെ അത്യാവശ്യം നമുക്ക് ഒരു മാച്ചിങ് ഒക്കെ ഉണ്ടായി തുടങ്ങും. അതിപ്പോഴും സ്ലാബ് രണ്ടാക്കിയപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് ഗ്രാജ്വലാണ്, ഇവിടെ സ്ലോ മൂവിങ് ആണ്. കാരണം ഇന്ത്യയിൽ പെട്ടെന്ന് നമുക്കറിയാം മാറ്റങ്ങൾ പെട്ടെന്ന് സാധ്യമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും, പക്ഷേ അത് ഗ്രാജ്വലായിരിക്കും, അത് സിസ്റ്റമാറ്റിക്കും ആയിരിക്കും. ഇപ്പോൾ ചൈനയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പോലുള്ള ചേഞ്ചസ് ഫാസ്റ്റായിട്ട് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഒരിക്കലും പറ്റത്തില്ല. കാരണം നമ്മളുടെ രാഷ്ട്രീയ സാമൂഹിക സംവിധാനങ്ങളും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ് സാഹചര്യങ്ങളും അല്ലെങ്കിൽ കാലാവസ്ഥകളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാകും, മാറ്റങ്ങൾ വളരെ സ്ലോ ആയിരിക്കും. ഇന്ത്യക്ക് അതേ പറ്റത്തുള്ളൂ. ഫാസ്റ്റായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇന്ത്യക്ക് അബ്സോർബ് ചെയ്യാനോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ സാധിക്കത്തില്ല എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്തിൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടാകും. കാരണം ആപ്പിളിൻ്റെ ഒരു സജഷനാണ്. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം കോർപ്പറേഷൻസിനുള്ളൊരു മെസ്സേജായിട്ട് മാത്രമേ ബിസിനസ്സുകാർ മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അവരെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇടപെടലും അല്ലെങ്കിൽ നിലപാടുമായിരിക്കും ഗവൺമെൻറ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ചില റിഫോംസ്, ചേഞ്ചസ്, പരിഷ്കാരങ്ങളൊക്കെ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇക്കണോമിക് ന്യൂസ്. അപ്പോൾ തീർച്ചയായിട്ടും ആപ്പിൾ ഈ പറഞ്ഞ ഒരു സൗകര്യമൊരുക്കലിന് വേണ്ടി ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ ഓപ്പറേഷൻസ് ശരിക്കും ആരംഭിച്ചതിന് ശേഷമാണ് അവർക്ക് ഇവിടുത്തെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലായി തുടങ്ങിയത്. അത് തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുന്നതിൻ്റെ ആവശ്യമാണ്. കാരണം ബിസിനസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇക്കോസിസ്റ്റം ഉണ്ടാകുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് അവർ ഗവൺമെൻറ്റിനെ ഇപ്പം ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകളെ സമീപിച്ചിട്ട് ആണ് അവർക്ക് പറയാൻ സാധിക്കുന്നതെങ്കിൽ ചീഫ് മിനിസ്റ്റേഴ്സിനെ അവർ മീറ്റ് ചെയ്യും, പ്രൈം മിനിസ്റ്ററിനെ മീറ്റ് ചെയ്യും. അപ്പം അങ്ങനെ അതിനകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ അത് മുമ്പോട്ട് പോകത്തുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് തൽക്കാലം പറയാനുള്ള കാര്യങ്ങൾ. മറ്റു ടോപ്പിക് അടുത്ത വീഡിയോസ് നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.